ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. വെറും പ്രൊഡക്റ്റ് അല്ല, ഒരു അടിച്ചാപ്പൊളി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ എറ്റ്യൂഡ് ഹൗസിൻ്റെ വാട്ടർ ടിൻറ്റ് ആണ് കേട്ടോ. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മേടിക്കുന്നത്. ഈവൻ നൈക്കേൻ്റെ സെയിലിലൊക്കെ ഇത് നല്ലോണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഈ ഒരു മുതലിൻ്റെ പ്രൈസാണ്. രണ്ടാമത്തത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ടെക്സ്ചർ എങ്ങനെയായിരിക്കും, എനിക്ക് സെറ്റ് ആവുമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതിനെ കൊണ്ടാണ്. പക്ഷെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ടിൻറ്റ് ആണ്. വാട്ടർ ടിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഷ് ആയിട്ടും ഇത് ലിപ്പിൽ ഒരു ടിൻറ്റായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 സംതിങ് ആണ്. ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള വേരിയൻറ്റ് എന്ന് പറയുന്നത്, ഇതിൽ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറി, പോമഗ്രാനറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള വേരിയൻറ്റ് ചെറി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലില്ലേ, ഇപ്പം നിങ്ങൾ ബ്ലഷൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പുറത്തിറങ്ങി കഴിയുന്ന സമയത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കനത്തിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുമാതിരി തോന്നും, ആൾക്കാരൊക്കെ എന്തെങ്കിലും വിചാരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചടപ്പുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാര്യം ഇത് അപ്ലൈ ചെയ്താലില്ലേ, നമ്മളൊരു പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് ആർക്കും മനസ്സിലാവില്ല. എന്നാൽ ഇത് ചീക്സിൽ അപ്ലൈ ചെയ്യാണ്, ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഗ്ലോ ഉണ്ടാവില്ലേ, കറക്റ്റ് നമ്മൾ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലോണം ബ്ലഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളൊരു ഗ്ലോ ഉണ്ടാവില്ലേ, ആ ഒരു ഗ്ലോ ആണിത് ഫേസിന് തരിക. ഇനി ചുണ്ടിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, കറക്റ്റ് നമ്മുടെ ഒരു ചുണ്ടിൻ്റെ ഷെയ്ഡിനനുസരിച്ചിട്ട് ഇത് മാറും, ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. അല്ലാതെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നേയില്ല, ആ ഒരു എഫക്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല. കറക്റ്റ് ഒരു ടിൻറ്റ് എങ്ങനെയാണ് ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ അങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് പോകാൻ പറ്റൂലല്ലോ, അപ്പം ഞാൻ നേരെ ഈ ഒരു ടിൻറ്റ് ഇടലാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടിന് ആ ഒരു കളറും കിട്ടും, പിന്നെ ആർക്കും മനസ്സിലാവില്ല. എൻ്റെ ചുണ്ട് അത്യാവശ്യം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല കറുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ് ടിൻറ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. മെയിനായിട്ട് ഞാനിത് ബ്ലഷ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. കാര്യം ഞാൻ ലിപ്സ്റ്റിക് തന്നെയാണ് ഏറെയും പ്രിഫർ ചെയ്യുക. ഇനി അത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കേസിലാണ് ഞാനിതൊരു ലിപ് ടിൻറ്റ് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ലിപ് ടിൻറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി എങ്ങനെയാണെന്ന് നോക്കാം. പാക്കേജിങ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വരിക. ട്രാവൽ ഫ്രണ്ട്ലി അല്ല. പിന്നെ ഇത് തുറന്ന് കഴിയുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രിസിൽസ് പോലത്തെ പ്രിസിൽസാണ് ഇതിനുള്ളത് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷ് എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് ഈ ഒരു സംഭവം ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, കറക്റ്റ് വാട്ടറാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ക്രീമി ആയിട്ട് ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, കണ്ടോ, കറക്റ്റ് വാട്ടറാണ് കണ്ടോ, കറക്റ്റ് വാട്ടറായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഭയങ്കര കടിച്ച് തിന്നാൻ തോന്നുന്ന ബീട്രൂട്ടിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും പോകും. ഫെയർ ആയാലും മീഡിയം ആയാലും ഡാർക്കർ ആയാലും ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും പോകുന്നൊരു ഷെയ്ഡും കൂടിയാണ്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, കണ്ടില്ലേ, കറക്റ്റ് ഒരു വാട്ടറാണ് കേട്ടോ ഇത്. വേറൊരു ലിക്വിഡും അങ്ങനത്തെ ഒരു ടെക്സ്ചർ ഒന്നുമല്ല, ഒരു കട്ടിയുള്ള ടെക്സ്ചർ ഒന്നുമല്ല. കറക്റ്റ് നമ്മളൊരു ബീട്രൂട്ട് വാട്ടർ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, അതായത് ഇങ്ങനെ ബോട്ടിൽ വരുന്ന ഐറ്റംസൊക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കയ്യിൽ വെച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനാണ്. ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള കാര്യങ്ങളൊക്കെ ഈ ബോട്ടിലേക്ക് പിന്നെയും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറാണ്. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ കുറച്ചെടുക്കും കേട്ടോ. ബ്ലഷ് ആപ്ലിക്കേഷനും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറച്ചെടുത്തിട്ട് കൂടുതൽ ആൾക്കാരും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചീക്ക് ബോണിൻ്റെയിലാണ് ഞാൻ ഫോണിലൊക്കെ യൂട്യൂബേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കെപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സ്മൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് കവള് വരില്ലേ, അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ നാച്ചുറാലിറ്റി തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ അങ്ങനെ ചിരിച്ചു കൊടുക്കും, നന്നായിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം കവളുള്ളതുകൊണ്ട് അതങ്ങോട്ട് പുറത്തേക്ക് ഉന്തി ബൾക്കായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഇതാ ആ ഒരു സ്ഥലത്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്.
കണ്ടോ? ഇനി ഇത് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നോക്കിയും കണ്ടും അപ്ലൈ ചെയ്തില്ലെങ്കിൽ പണി വാളും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നോക്കിയും കണ്ടും അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് പോവുക. അവിടെ വെച്ചിട്ട് കുറേ നേരം ഇരിക്കരുത്. ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നാണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് ആണ് ഇതിൻ്റെ ബ്ലഷിൻ്റെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് നന്നായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് ആരും മനസ്സിലാക്കൂല. എല്ലാന്നുണ്ടെങ്കിൽ ഇത് പാച്ചി ആയിട്ടിരിക്കും. അപ്പം നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇത് ഇടാത്ത സൈഡും ഇത് ഇട്ട സൈഡും ഇടാത്ത സൈഡും കൂടെ ഉള്ള ഒരു ഡിഫറൻറ്റ് കണ്ടില്ലേ? കറക്റ്റ് ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഗ്ലോ പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടെ ഇടട്ടെ. അപ്പോൾ ഞാൻ അത് 2 ചീക്സിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈ കണ്ടില്ലേ, ഇത്രയും ഇത് പിഗ്മെൻറ്റഡ് ആണ്. 2 ചീക്സിലും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചീക്സിൽ മാത്രമല്ല, ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിന്നിൻ്റെ ഈ ഒരു ഭാഗത്തും അതേപോലെ നോസിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്യലുണ്ട്. അപ്പോഴാണ് ഒന്നും കൂടെ ഒരു നാച്ചുറാലിറ്റി തോന്നിക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ അവിടെ ഒറിജിനലി ഒരു കളറ് വരും. അപ്പോൾ ആ ഒരു സൈഡിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതങ്ങോട്ട് ഓവർ ഔട്ട്. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി. സ്റ്റാർട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് പിന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം തേച്ചാലും മായ്ച്ചാലും ഒന്നും പോവില്ല. അപ്പോൾ അതാ കുറച്ച് ഞാൻ ചിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് അതേപോലെ തന്നെ നോസിലും. ഞാനിപ്പോൾ എൻ്റെ ബ്ലഷ് അപ്ലിക്കേഷൻ ഏരിയാസിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഇതിൽ തന്നെ ഇത് എത്രയും പിഗ്മെൻറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഡയറക്റ്റ്ലി ഫേസിൽ സ്റ്റാർട്ടേഴ്സ് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആവുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ സ്മൈൽ ചെയ്ത് കൊടുത്തിട്ട് ഈ ചീക്സിൻ്റെ 2 ഭാഗത്ത് നോസിൽ അതേപോലെ തന്നെ ചിന്നേരിയയിൽ അപ്ലൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇനി ട്രസ്റ്റ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു ബ്ലഷ് അപ്ലൈ ചെയ്യാനൊക്കെ. ഞാൻ ആദ്യം ഈ ഗ്ലാമി ഗംഗേൻ്റെ വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ടാണ് ബ്ലഷ് ഒരെണ്ണം വാങ്ങുന്നത്. അതൊരു ക്രീമി ബ്ലഷ് ആയിരുന്നു, ഒരു ഡപ്പയിൽ ഒരു കുഞ്ഞിത്. അത് അപ്ലൈ ചെയ്തിട്ടാണ് എൻ്റെ തുടക്കം. പിന്നെ അങ്ങോട്ട് അതിൽ ഓൾ പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ കഥയും. എനിക്ക് നിർത്താൻ പറ്റാതായ ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്ലഷ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലഷ് നിർത്താനേ തോന്നൂല കേട്ടോ. അത്രയും അടിപൊളി സാധനമാണ്. എസ്പെഷ്യലി ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗ്ലോയെ തരുള്ളൂ. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലും ഇത് തോന്നൂല. ഇനി ഇതിന് ഒരു സൈഡും കൂടെ ഉണ്ട്. നമുക്ക് ലിപ്പിൽ ടിൻ്റായിട്ടും കൂടെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് പ്രൊഡക്റ്റ് നേരത്തെ പോലെ തന്നെ കയ്യിലെടുത്തിട്ടുണ്ട്. കണ്ടോ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ബ്ലെൻഡ് ആയത് നോക്ക്. ഒരു പാച്ചി ഫീലിംഗും ഇല്ലാതെ കറക്റ്റായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ആയിപ്പോയി. ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നൂല കേട്ടോ. അത് ഇപ്പം ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും തോന്നുന്നത്. നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എന്താ അതിലേ തോന്നുള്ളൂ. ഒരു ഓവറായ പോലെയും തോന്നൂല. നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അത്രത്തോളം ബിൽഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടിൻ്റ് ആയതുകൊണ്ട് തന്നെ ചുണ്ടുമ്മലയിൽ അങ്ങനെ പറ്റി പിടിച്ചിരുന്നോളും. നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും ഇത് ചുണ്ടുമെന്ന് പോകില്ല കേട്ടോ. പിന്നെ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്ലസ് പോയിന്റ്. നമ്മളിത് കഴുകി കളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ട് തന്നെ കളയണം. ഒരു വെള്ളം തട്ടിയാലോ നമ്മൾ സ്വെറ്റ് ചെയ്താലോ ഒന്നായാലും ഇത് പോകില്ല. അതാണ് ക്രീമി ബ്ലഷും ഇതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്രീമി ബ്ലഷ് ആകുമ്പോൾ ഒന്നും കൂടെ ഗ്ലോയിയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കൈ വെച്ച് അങ്ങനെ തുടച്ച് കളയുമ്പോഴൊക്കെ പെട്ടെന്ന് പോകും. പക്ഷേ ഈ ഒരു ബ്ലഷ് ആയ കാരണം അത് അങ്ങനെ അവിടെ ഇരുന്നോളും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചുണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കറക്റ്റ് നമ്മുടെ ചുണ്ടിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കും ബ്ലഷൊക്കെ ഇട്ട് നടക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. ബൈ.